ഇപ്പോൾ ഈ ഫോണ് എൻ്റെ ഉപ്പൻ്റെ ഫോണായിരുന്നു. ഇത് 2024 പോയതാണ്. പോയി 2026 കിട്ടി. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് യാത്ര പോകുന്ന ആളുകളാണ്. ഈ യാത്ര പോകുന്ന സമയത്ത് ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഫോണ് കുറേ നഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും ഡൽഹിയിൽ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രെയിനിൽ നിന്ന് കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് ഫോണ്. ഈ ഫോണ് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഫോണ് എൻ്റെ ഉപ്പൻ്റെ ഫോണായിരുന്നു. ഇത് 2024 പോയതാണ്. പോയി 2026 കിട്ടി. ആ കിട്ടിയ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഫോൺ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് അവർക്ക് ആദ്യം അയച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫോണിൽ എത്ര സിമ്മുണ്ടോ അതിൽ മിനിമം 1-2 സിമ്മുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രൈമറി സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ആദ്യത്തെ പണി. അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയും ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു FIR നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഡൽഹിയിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് FIR ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് രണ്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് FIR എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ CEIR എന്നൊരു പോർട്ടലുണ്ട്. അതിൽ നമ്മളെ ഫോണ് തെഫ്റ്റ് പോയിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക. ബ്ലോക്ക് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോൺ ബ്ലോക്ക് ചെയ്യുകയും അത് കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്യും. ഇത് എപ്പോഴെങ്കിലും ഓൺ ആവുന്നുണ്ടോ, IMEI നമ്പറൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്ത് വേണ്ട സംവിധാനങ്ങൾ അവർ ചെയ്യും. ഇപ്പോൾ എനിക്ക് ഈ ഫോൺ കിട്ടിയത് കൃത്യം 1 മാസം കഴിഞ്ഞതിന് ശേഷം ഫോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോടതിയിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 വട്ടം വന്നില്ല, 3ാമത്തെ തവണ വന്ന സമയത്താണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ഫോൺ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വക്കീലിൻ്റെ ആവശ്യമില്ല. വക്കീൽ നമ്മളോട് സിറ്റിങ്സിന് ഒരുപാട് പൈസ പറയും, അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വമേധയാ കോടതിയിലേക്ക് വരിക. കോടതിയിലേക്ക് വന്ന് ജഡ്ജിനോട് പറഞ്ഞാൽ മതി, എനിക്ക് ഇങ്ങനെ കേസ് തുടരാൻ താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറയാം, എങ്ങനെ കോമ്പൻസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വിചാരിക്കും ഈ ഫോണിനായിട്ട് ഇങ്ങോട്ട് വരണ്ടേ, നമുക്കൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. കോടതി നമുക്ക് നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ, അഥവാ സ്ലീപ്പർ ക്ലാസ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസ നമുക്ക് കോടതി തരുന്നതും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോൺ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്.